ആലപ്പുഴയിലെ മൂന്നംഗ സംഘം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു എന്ന സങ്കടകരമായ വാർത്തയാണത്. തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണി ആണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് ബിജോയെ പുറത്തെടുത്തത്. ഒരു വളവാണ്, നമുക്കറിയാം. അവിടെ നിന്ന് ഈ കാറ് മറിഞ്ഞ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അവിടെ ഈ റോഡും ഒപ്പം ഈ കനാലും തമ്മിൽ വേർതിരിക്കാൻ പറ്റുന്ന ഒരു മതിലോ ഒരു കമ്പിയോ അങ്ങനെ ഒരു വേർതിരിവും ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ അപകടത്തിന്റെ ആക്കം കൂട്ടുന്ന മറ്റൊരു പ്രശ്നം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കാർ നിയന്ത്രണം വിട്ട സമയത്ത് അതിൽ ഇടിച്ച് നിന്നേനെ എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. അതായത് അങ്ങനെ ഒരു സംഭവം, ഒരു തടസ്സവും ഇവിടെ ഇതുവരെ നിർമ്മിച്ചില്ല. ഇന്നലെ ഈ അപകടം ഉണ്ടായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഞാനിന്നലെ ഒരു ഒന്നേ കാലമായപ്പോഴത്തേക്ക് രാത്രി വരുന്ന സമയത്ത് കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ നിന്ന് റോഡിൽ നിന്ന് കൈ കാണിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ചേട്ടാ വണ്ടി വെള്ളത്തിൽ പോയി ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഞാൻ അമ്മയ്ക്ക് ഇത്തിരി സീരിയസ് ആയിരുന്നുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരുന്ന വഴിയാണ് ഇത് കണ്ടത്. പിന്നെ അപ്പം തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിച്ചു. അവർ പെട്ടെന്ന് വന്നു. അപ്പോൾ ഇതിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. 2 പേര് നീന്തി കരക്ക് കയറി. രണ്ടാമത് ഇവർ പോയി അകത്തുള്ള മറ്റേ ഇപ്പം മരിച്ച എന്ന് പറയുന്ന ആളെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് കയ്യിൽ നിന്ന് വിട്ടുപോവുക ചെയ്തു. ആളെ കയ്യിൽ കിട്ടിയിരുന്നു. ആളെ കൈ കിട്ടിയിട്ട് ശക്തമായ മഴയെ ഒഴുക്കുമായിരുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയത്. പിന്നെ ഫയർഫോഴ്സ് വന്നിട്ടാണ് ഇത് എടുത്തതും പോലീസും ഒക്കെ എത്തിയിരുന്നത്. അവര് എന്താ പറഞ്ഞ കൈ നിയന്ത്രണം വിട്ടെന്നാണോ? വണ്ടി ഓടി വന്ന് മഴയത്ത് വളവ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പറ്റിപ്പോയത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ അപകടമല്ല ഇത് ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. ഒരു 25 വർഷത്തിനിടയ്ക്ക് കുറഞ്ഞത് ഒരു 100-150 വണ്ടിക്ക് വേണ്ടി ഇവിടെ പോയിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ് കൗൺസിലറോ അല്ലെങ്കിൽ ഈ റോഡ് ചെയ്തവരോ നിങ്ങൾ തന്നെ നോക്കൂ, PWD റോഡാ, ഇതൊരു ഡിവൈഡറോ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ടുണ്ടോ? എപ്പോൾ പറഞ്ഞാലും ഇതൊരു ടൂറിസം പ്ലേസ് കൂടാ. ഇത് വന്നിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ആണെങ്കിൽ ഇവിടുത്തെ ഞങ്ങളെല്ലാം വ്യവസായത്തെ തീർച്ചയായിട്ടും അത് ബാധിക്കും.